ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ അൽബേനിയ മോണ്ടിനെഗ്രോ ട്രിപ്പിൽ ഡേ 3 കണ്ടാലോ? അപ്പോൾ കുറച്ച് ലേറ്റായി പോയി വീഡിയോ, പനിയൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നേ. അങ്ങനെ നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്തത് അവിടുത്തെ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ താമസിച്ച അൽബേനിയ ബെറാറ്റിൽ താമസിച്ച റൂമിൽ തന്നെ ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു നമ്മൾ എടുത്ത ഓപ്ഷൻ. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ കഴിച്ചിട്ട് നമ്മൾ 2-3 ദിവസത്തെ അൽബേനിയ കറക്കത്തിന് ശേഷം നമ്മൾ മോണ്ടനിഗ്രോയിലേക്ക് പോവാണ്. അപ്പം നമ്മൾ അൽബേനിയയിൽ നിന്ന് റെൻ്റ് കാറിൽ എടുത്തപ്പോൾ തന്നെ അവരോട് പറഞ്ഞിരുന്നു നമുക്ക് മോണ്ടനിഗ്രോ പോകാനായിട്ട് ബോർഡർ പാസ് വേണമെന്ന്. അങ്ങനെ അത് ക്രോസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആരെങ്കിലുമൊക്കെ വരുന്നവരാണെങ്കിൽ റെൻ്റ് കാർ എടുക്കുമ്പോഴത്തേക്കും അവരോട് പറയുക, അപ്പോൾ അവർ പാസ് തരും. അങ്ങനെ എടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് പോയത് അൽബേനിയ അറ്റത്തായിട്ടുള്ള മോണ്ടിനിഗ്രോയ്ക്ക് മുന്നേ ഉള്ള സ്ക്വാഡർ എന്ന് പറഞ്ഞ പ്ലേസിലാണ്. അതിൻ്റെ സ്ട്രീറ്റ് ഷോപ്പിങ്ങിന് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. പിന്നെ അത് കൂടാതെ കുറച്ച് മോസ്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് കുറേ നേരം എക്സ്പ്ലോർ ഒക്കെ ചെയ്തിട്ട് അവിടെ ഫേമസ് ആയിട്ടുള്ള ഒരു ഐസ്ക്രീം സ്പോട്ടിൽ നിന്ന് ഐസ്ക്രീം ഒക്കെ കഴിച്ചു. കുറേ ഷോപ്പിംഗ് ഒക്കെ നടത്തി. ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്ട്രീറ്റ് ഷോപ്പിങ്ങിന് പറ്റിയൊരു ആംബിയൻസ് ആണ്, നല്ല അടിപൊളിയാണ്. ഷീനിൻ്റെ ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ചീപ്പായിട്ടുള്ള കടകളും ഉണ്ടായിരുന്നു, എക്സ്പെൻസീവ് ആയിട്ടുള്ള വലിയ വലിയ കടകളും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ മോസ്കിൻ്റെ ഫ്രണ്ടിലൊക്കെ പോയി ഫോട്ടോയൊക്കെ എടുത്ത് അധികം നേരം സ്പെൻഡ് ചെയ്തില്ല. കാരണം ഞാൻ പറഞ്ഞ പോലെ നമുക്ക് മോണ്ടനിഗ്രോ ബോർഡർ ക്രോസ് ചെയ്ത് ഇന്ന് വൈകുന്നേരം എത്തുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മുടെ വണ്ടി എടുത്തിട്ട് നേരെ മോണ്ടനിഗ്രോയിൽ വിട്ടു. അപ്പം നമ്മൾ ആ ബോർഡറിൽ തന്നെ നമുക്ക് അവിടെ നിന്ന് പാസ് എടുത്തെങ്കിലും നമുക്ക് അവിടെ നിന്ന് ഗ്രീൻ കാർഡും എടുക്കണം. അതെടുത്തിട്ട് ഫസ്റ്റ് നമ്മൾ ഇൻസ്റ്റാഗ്രാം വൈറലായിട്ടുള്ള സ്വെറ്റി സ്റ്റെഫാനും കൂടെ കണ്ടിട്ട് റൂമിലേക്ക് മടങ്ങി.